എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ എന്നെ തേച്ചിട്ട് പോയ പഴയ എക്സ് ലവർ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ പോലെ. ഹലോ ബൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വന്നേക്കാണ്. നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ റൊണാൾഡോയെ കാണാനുള്ള എൻ്റെ ഈ വീഡിയോക്ക് ടോവിനോ തോമസ് കമന്റ്. ഗൈസ് ഇതാണ് ഗൈസ്, ഇപ്പൊ ഇൻസ്റ്റ തുറന്ന ഇതാണ്. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. ഗൈസ് ലാലേട്ടൻ കമന്റ് ഇട്ട ബിസ്ക്കറ്റ് ഇന്നും, ടോവിനോ കമന്റ് ഇട്ട വെള്ളോട് നിർത്തും, മിയ ഖലീഫ കമന്റ് ഇട്ട നിർത്തും. ഇങ്ങനെ പല തരത്തിൽ പല സൈസിൽ പിടയ്ക്കണ സാധനങ്ങളാണ് ഗൈസ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, കുറെ ഉണ്ട്, പല സൈസിൽ പല രീതിയിൽ പിടയ്ക്കുന്നതിന്റെ. ഈ വീഡിയോക്ക് ടോവിനോ തോമസ് കമന്റ് ഇട്ടാൽ ഇന്നത്തോടെ ഞാൻ വെള്ളമടി നിർത്തും. ഈ ചേട്ടൻ വീഡിയോ എടുക്കുന്നതിനെ കണ്ടെണ്ണം അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. കണ്ടാ നേരെ നിൽക്കാൻ പോലും വയ്യ, ബൈക്കിലൊക്കെ ചാരിയാണ് നിൽക്കണം. ഞാൻ ടോവിനോ തോമസ് കമന്റ് ഇട്ടാൽ വെള്ളമടി നിർത്തും. അതാണ് വെള്ളമടി നിർത്തും. എന്നിട്ട് നാളെ തൊട്ട് വെള്ളമില്ലാതെ ഡ്രൈ അടിക്കാനായിരിക്കും. എന്തായാലും ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ ടോവിനോ വീഡിയോക്ക് കമന്റ് ഇട്ടായിരുന്നു. പക്ഷേ ടോവിനോ കമന്റ് ഇട്ടതിന്റെ സന്തോഷത്തിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ടോവിനോ കമന്റ് ഇട്ടെന്ന് പറഞ്ഞ് ഒരു ഫുൾ എടുത്തും കടിച്ചു ചേട്ടൻ. പിന്നെ പിറ്റേന്ന് ബോധം വന്ന് ചേട്ടൻ കമന്റ് എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് അതിൻ്റെ കാട്ടി വിറ്റ്. ചേട്ടൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞെന്ന് വെച്ചാൽ ടോവിനോ കമന്റ് അടിച്ച വെള്ളോട് നിർത്തുന്നതാണ്. പക്ഷേ ടോവിനോ കമന്റ് അടിക്കുകയും ചെയ്ത്, എന്നിട്ട് ടോവിനോ ചോദിച്ചതാ വെള്ളമോട് നിർത്തണമെന്നും. ഇതിപ്പോൾ കൺഫ്യൂഷൻ ആയല്ലേ. ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് പ്ലിങ് അടിച്ചിരിക്കുന്ന ചേട്ടൻ ഞാൻ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി പിന്നെയും പോയി രണ്ടെണ്ണം അടിച്ചു. സ്വാഭാവികം. അല്ലെ കല്ലുകൂടിയന്മാരിൽ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഗൈസ് ഇതാണ് ഗൈസ് സംഭവം. ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു വീഡിയോ എടുക്കുക, ഒരു ടെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആരുടെ ഏത് സെലിബ്രിറ്റിയുടെ കമൻ്റാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പുള്ളി മെൻഷൻ അടിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. സത്യം. അപ്പോൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആ സെലിബ്രിറ്റി കയറി കമന്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് തോന്നുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഗൈസ് എന്നാൽ എന്താണ് ഗൈസ് ഇതൊക്കെ? ലാലേട്ടന്റെ കമന്റ് കിട്ടിയാൽ ബിസ്ക്കറ്റ് കയറ്റണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എന്താണിത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി? എനിക്കൊന്ന് പറഞ്ഞാ ഗൈസ്, ഈ ബിഗ് ബോസിലെ ആൾക്കാരുടെ കോപ്പറങ്ങൾ കണ്ടു തന്നെ തലപ്രാന്തി എടുത്ത് കിടക്കുന്ന ലാലേട്ടന് ഇതൊക്കെ കാണാൻ സമയം കാണും. ഈ സമയം കിട്ടി കണ്ടെങ്കിൽ തന്നെ കമന്റ് ചെയ്യൂ. എനിക്ക് തോന്നുന്നില്ല ഇവന്മാർക്കാരെ പണിയൊന്നുമില്ല ഇങ്ങനെ വീഡിയോ എടുത്തിടാൻ ചുമ്മാ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ആ നഗ്ന സത്യം ഞാൻ അറിയുന്നത്, ഞാൻ കണ്ട് മനസ്സിലാക്കിയത്. നിങ്ങൾ കാണട്ടെ എന്താണെന്നത്, കണ്ടു നോക്ക്. അതെ ഗൈസ്, അതെ, ലാലേട്ടൻ ഈ വീഡിയോക്ക് കമന്റ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. കമന്റ് ഇട്ടിരിക്കുകയാണ്. ഗൈസ് ബിസ്ക്കറ്റ് കഴിക്കുന്നില്ലെങ്കിൽ അവരെ ചായ കുടിക്കുന്നുണ്ട് കേട്ടാ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. ലാലേട്ടന്റെ കമന്റിന് ഇവർ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് ഇവർ മൊത്തത്തിൽ കുടിച്ചു തീർത്ത ചായ കപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 134 എന്നതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗൈസ് ഇത്രയും തിരക്കുള്ള ലാലേട്ടൻ തന്റെ തിരക്കുകൾക്കിടയിലും ഈ 3 കുട്ടികളുടെ വിശപ്പ് മാറ്റാനായി, അതായത് ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാതെ ഇവർ 134 കപ്പ് ചായകൾ മാത്രം കുടിച്ചിരിക്കുന്ന ഇവരുടെ വിശപ്പ് മാറ്റാനായിട്ട് ലാലേട്ടൻ നേരിട്ട് കമന്റ് ബോക്സിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടത് വലിയൊരു കാര്യമാണ്. ഗൈസ് ലാലേട്ടൻ കമന്റ് ഇട്ടെങ്കിലും ഇത്രയൊക്കെ ആയെങ്കിലും അവർക്ക് ആ ബിസ്ക്കറ്റ് തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. എന്താന്ന് വെച്ചാൽ 134 കപ്പ് ചായ വയറ്റി കളകയല്ലേ, പിന്നെ അതുപോലെ എങ്ങനെ ബിസ്ക്കറ്റ് ഇറങ്ങണം? ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിറ്റുകളും അടിക്കും. ഗൈസ് ഇത് സംഭവം ദിവ്യബാര എന്ന് പറഞ്ഞൊരു തമിഴ് ആക്ട്രസ് ഉണ്ട്. അവര് ഈ വീഡിയോക്ക് കമന്റ് ഇട്ടാല് ഇവൻ ജോലിക്ക് ഉള്ളതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടാ. പക്ഷെ ഈ സംഭവം ഒന്നുമല്ല. ഇപ്പൊ ഈ ക്യൂട്ട്നെസ് ഇത്രയ്ക്കും ആര് വിതരണം എന്തിനാണ്? ആ വീഡിയോ നിങ്ങൾ കാണണ്ടാ, അതിനെ ദിവ്യഭാരതിനെ മെൻഷൻ അടിച്ചാണ് അത്രയ്ക്ക് ക്യൂട്ട്നെസ്. അയാളുടെ ഒരു അഴകൊളുമ്പം പെരുമാറ്റവും ഒരു വൃത്തികെട്ട നോട്ടു. പക്ഷേ ഇതിന്റെ ഒക്കെ വ്യൂസ് അപാരാണ്. ബോയ്സിനോട് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് റീച്ച് വേണം, ഒരു റീൽസ് അങ്ങോട്ട് ചെയ്യാം, വ്യൂസ് ഒക്കെ പറക്കും. ഗൈസ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോക്ക് എന്തായാലും അവര് കമന്റ് ഇടുന്നാണ് തോന്നുന്നത്. കാരണം ഇവ ജോലിക്ക് പോയി ജീവിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും കമന്റ് ഇടും ഗൈസ്. പക്ഷെ ട്വിസ്റ്റ് ഒന്നുമല്ല, പുള്ളിക്കാരൻ വിചാരിച്ചത് എന്തായാലും അവർ കമന്റ് ഇടാൻ പോകില്ല, അപ്പൊ പിന്നെ ജോലിക്ക് പോകണ്ടല്ലോ എന്ന് വെച്ചാണ് വീഡിയോ ഇട്ടത്. പക്ഷെ
അവർ കമന്റ് ഇട്ട് ഇതിന് കമന്റ് ഇട്ട് വെറുതെ ചൊറിയും കുത്തി വീട്ടിലിരുന്നപ്പം വെറുതെ ഒരു വീഡിയോ എടുത്താൽ കിട്ടുകയാണ്. ഇതിപ്പോ ഈ വീഡിയോ കാരണം നാളെ തൊട്ട് പണിക്ക് വേണ്ടി വരും. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ റൊണാൾഡോയെ കാണാനുള്ള എൻ്റെ ദുബായ് ടു സൗദി അറേബ്യ യാത്രയിൽ ഞാൻ ഒരു ദിവസം 100 കിലോമീറ്റർ നടക്കും. ഗൈസ് ഇതാണ് ഗൈസ്, ഇങ്ങനത്തുള്ള ആൾക്കാരാണ് ഗൈസ് നമുക്ക് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് അകത്തുള്ളവർ കൊണ്ട് കമന്റ് എടുപ്പിക്കാൻ ഒട്ടുമിക്ക ആൾക്കാരെ കൊണ്ടും പറ്റും. പക്ഷെ ഇന്ത്യക്ക് വെളിയിൽ, അതും റൊണാൾഡോയിലെ കണക്കിന് ആൾക്കാരെ കൊണ്ട് കമന്റ് എടുപ്പിക്കണമെങ്കിൽ ഒരു റേഞ്ച് വേണം. 100% ഞാൻ യോജിക്കുന്നു. പക്ഷെ ആ റേഞ്ച് ബ്രോക്ക് ഉണ്ടാ അതെനിക്ക് അറിയത്തില്ല, കണ്ടറിയാം ഗൈസ്. പക്ഷെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ റൊണാൾഡോയ്ക്ക് മലയാളം അറിയത്തില്ല, അതിനാണ് ഇവൻ ടെക്സ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. പക്ഷെ ഓഡിയോ എന്തിനു പിന്നെ ഗൈസ്? ഇതൊക്കെ കണ്ടിട്ട് സണ്ണി ചേച്ചി കമന്റ് ഇട്ടെന്ന് വെച്ച് സണ്ണി ചേച്ചിനെ മെൻഷൻ അടിച്ചൊരു വീഡിയോ ചെയ്യാൻ പോയാണ് എന്റെ ചങ്ക്. അപ്പൊ ഇന്നലെ പോയാണ്, അവനെ കാണാനില്ല, വീഡിയോനെ കാണാനില്ല. എന്തിനായി കാണുമെന്തോ. ഞാൻ എന്തായാലും അവനെ പോയി നോക്കിയിട്ട് വരാൻ കേട്ടാ ഗൈസ്. അപ്പൊ അത്രയുള്ള നമ്മളെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തെടുത്ത് കാണുന്നവരെ